ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അരി ഉണ്ടയാണ്. അതിനായിട്ട് ഞാൻ ചമ്പാവരി, നമ്മൾ ചോറുണ്ടാക്കുന്ന അരി ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് ഉണക്കിയ ശേഷം വറുത്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതേ വറുത്ത് അതിൻ്റെ കളറൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ആകുമ്പോഴത്തേക്ക് അരി പൊട്ടി തുടങ്ങും. അതാണ് ഇതിൻ്റെ പരുവം. ആ സമയമാകുമ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിത് വറുത്തെടുക്കാം. കരിഞ്ഞൊന്നും പോകത്തില്ല. നല്ല കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് തണുത്ത ശേഷം അതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല, ചെറിയൊരു തരി വേണം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ഒരു അര കപ്പ് അരി വറുത്ത് പൊടിച്ചപ്പോൾ 1 കപ്പ് കിട്ടി. അതിൻ്റെ കൂടെ ഒരു അര കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര കപ്പ് ശർക്കര ചീകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയൊരു മണവും ഒരു ഫ്ലേവറൊക്കെ കിട്ടും. അതിനുശേഷം നമുക്കിത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് വേണമെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതാണ്. ഇപ്പോൾ ദേ ആ ശർക്കരയൊക്കെ ഇതിൽ നല്ല മെൽറ്റായി എല്ലാം നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നമുക്കിത് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ അമ്മ ഇത് സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് പണ്ട് ഉണ്ടാക്കി തന്നിട്ടുള്ള പലഹാരമാണ്. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.